വലിയ ചതിയാണ് ജയറാം ചെയ്തത്. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണ് മക്കൾ. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും എൻ്റെ പൊന്ന് ജയറാമേട്ടാ, നിങ്ങളുടെ സിനിമയും നിങ്ങളെയും ഒരുപാട് ഇഷ്ടമാണ് മലയാളികൾക്ക്. നിങ്ങളൊരു പാവം മനുഷ്യന് വാക്ക് കൊടുത്ത് സ്വന്തം മകന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം മുടക്കിച്ച് സിനിമ എടുപ്പിച്ചു. ആ സിനിമയിൽ നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം നഷ്ടവും നികത്തിക്കൊള്ളാമെന്ന് വാക്ക് കൊടുത്തു. എന്നാൽ ആ സിനിമ നഷ്ടം വരികയും അദ്ദേഹം ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലാകുകയും അദ്ദേഹം പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി. എന്നിട്ടും ഒരു കോള് പോലും ചെയ്യാതെ, നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാതെ നിങ്ങൾ ഈ വിധം ചെയ്യാനായിട്ട് എങ്ങനെ സാധിച്ചു? എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ല വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക, എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ട ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. ഹസീബ് ഒരു ലിവർ കംപ്ലയിൻ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പോൾ എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു പടച്ചോനെ. അപ്പോൾ എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഓക്കെ. അപ്പോൾ എല്ലാ ആശംസകളും. ഹസീബ്, പടച്ചോൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും, എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. ഒരുപാട് സന്തോഷം മോളോട് പറയണം. മോൾക്ക് എല്ലാ ആശംസകളും പറയണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാനഡയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്തായാലും ഈ വർഷം പോകുന്നുണ്ടാവും. അമേരിക്കയിൽ പോകുന്നുണ്ട്, കാനഡയ്ക്ക് പോകുന്നത് അറിയില്ല. എന്തായാലും മോളുടെ നമ്പർ തന്നാൽ ഞാൻ വിളിച്ചോളാം. ഓക്കെ. വലിയ ചതിയാണ് ജയറാം ചെയ്തത്. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണ് മക്കളുള്ള. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഫേക്ക് ആയിട്ടുള്ള ആളാണ്. താങ്കളുടെ ബ്രദർ ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ജയറാമിൻ്റെ മകൻ കാളിദാസിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തു. ആ സിനിമ പരാജയത്തിലേക്കാണ് പോയത്. ആ സമയത്ത് ജയറാം ഒപ്പം ഉണ്ടാകും എന്നുള്ളൊരു രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്? 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ജയറാമിനെ വെച്ച് ആടുപുലിയാട്ടം, ജയറാമിന് ഒരു റീ എൻട്രി മലയാളത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്തത് ഹസീബാണ്. സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ പടമാണ്. ഹസീബുമായിട്ട് നല്ല ബന്ധവുമായിരുന്നു ജയറാം എപ്പോഴും വീട്ടിൽ വരും, നിരന്തരം ഫോൺ ചെയ്യും. അവർ ഭയങ്കര കമ്പനിയായിരുന്നു. ജയറാമിൻ്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണ് മക്കളുള്ള. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഫേക്ക് ആയിട്ടുള്ള ആളാണ്. അത് ആ കാണിക്കുന്ന വിനയൊന്നും ശരിയല്ല. ഹസീബെ ജയറാമിനെ വിശ്വസിക്കരുതെന്ന് ഹസീബിനോടും ഹസീബിൻ്റെ ഭാര്യയോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. പക്ഷെ അവൻ അന്ധമായിട്ട് ജയറാമിനെ വിശ്വസിച്ചു. കാളിദാസൻ്റെ സിനിമ വേറെ ആരോ ചെയ്ത പടമാണ്. അത് ഹസീബ് അവരിട്ടിട്ട് പോയത്, തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടിട്ട് പോയത്. അത് ഹസീബിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട്, തട്ടുകേട് വന്നാൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കി തരും, തന്നിരിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഹസീബ് ആ പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങി. എൻ്റെ ഭർത്താവ്, എൻ്റെ ഇളയ ബ്രദറും പറഞ്ഞു, ഹസീബെ പോയ പൈസ പോയി, ഇതിന് മുമ്പോട്ട് പോകരുത്, അത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ടും ജയറാമേട്ടനോട് ഞാനൊരു വാക്ക്, ജയറാമേട്ടൻ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് ജയറാമേട്ടൻ ധൈര്യം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ആ പടം പൂർത്തിയാക്കി. വലിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമ ഫ്ലോപ്പായിപ്പോയി. സാമ്പത്തിക ബാധ്യതകൾ വന്നു, അവൻ മാനസികമായിട്ട് തകർന്നു. പിന്നീട് അവന് സ്ട്രോക്ക് വന്ന് അവൻ മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. കീഹോൾ സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. അതെല്ലാം മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ജയറാം മാത്രം അറിഞ്ഞിട്ടില്ല. ജയറാം മാത്രം ആ കാര്യം അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള സകല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. നിരന്തരം ജയറാം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ പടം ഫ്ലോപ്പായിട്ട് പോലും ഹസീബിനെ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അന്നും ചോദിച്ചിട്ടില്ല. പിന്നീട് മകളുടെ കല്യാണത്തിനാണ് വിളിക്കുന്നത്. എത്രയോ 2-3 വർഷത്തിന് ശേഷം ജയറാം വിളിച്ചപ്പോൾ ആണ് ജയറാം അയ്യോ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അങ്ങനെ വോയിസ് മെസ്സേജ്, ഹസീബിന് സംസാരിക്കാൻ പറ്റുന്നില്ല, വൈഫാണ് സംസാരിക്കാൻ, ഹസീബിന് ആ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലും ഉണ്ട്. ഞാൻ ഉണ്ട്, എൻ്റെ വാക്ക് കേട്ടിട്ടാണെന്ന് ഞാൻ എപ്പോഴും കണ്ണനോട് പറയും. എൻ്റെ ഒരൊറ്റ ഉറപ്പിന്മേലാണ് ഹസീബ് ചെയ്തത്. ഹസീബ് അതിന് ഞാൻ വരുന്നുണ്ട്, 10 ദിവസത്തിനകം ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇന്ന് വരെ വന്നിട്ടില്ല. ഒരാൾ അയാളുടെ വ്യക്തിത്വമാണ് കൊടുക്കുന്ന വാക്ക് പാലിക്കുക എന്നുള്ളത്. പക്ഷേ ജയറാമേട്ടനെ പോലെയുള്ള ഒരാളിൽ നിന്നും ഇങ്ങനെ പെരുമാറുമെന്ന്
സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഈ മലയാളികളുടെ കുടുംബത്തിലെ ഒരാളായിട്ടാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അത്രയ്ക്കും സ്നേഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ സഹതാപം തോന്നുകയാണ്. ഇട്ടുമൂടാൻ സ്വത്തുള്ള നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണക്കാരെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ആ മനുഷ്യൻ്റെ എല്ലാ പ്രതീക്ഷകളും അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യവും പോയി. അദ്ദേഹം ഹോസ്പിറ്റലിലുമായി. എന്നിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ആ ഒരു മനസ്സ് സമ്മതിക്കണം.